ഹായ് നമസ്കാരം. ഇന്നത്തെ നമ്മുടെ റീഡിങ് നിങ്ങൾ മനസ്സിൽ ഓർക്കുന്ന വ്യക്തിയുടെ കറണ്ട് എനർജി എന്താണെന്നുള്ളതാണ്. അപ്പോൾ ഇത് കളക്റ്റീവ് റീഡിംഗ് ആണ്. ഇതിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്യണമെന്നില്ല. റെസനേറ്റ് ചെയ്യുന്ന കാര്യങ്ങളെ മാത്രം സ്വീകരിക്കുക, അല്ലാത്ത കാര്യങ്ങളെ വിട്ടേക്കുക. റീഡിംഗ് കാണുന്നതിന് മുമ്പ് ആ ഒരു വ്യക്തിയുടെ മുഖം നിങ്ങളുടെ മനസ്സിലോട്ട് കൊണ്ടുവരിക. ശേഷം ഈ ഒരു റീഡിംഗ് കാണുക. അപ്പോൾ നമുക്ക് നോക്കാം എന്തായിരിക്കും നിങ്ങൾ മനസ്സിൽ ഓർക്കുന്ന വ്യക്തിയുടെ കറണ്ട് എനർജി എന്നുള്ളത്. എന്താണ് ഈ ഒരു സമയത്ത് യൂണിവേഴ്സിന് നിങ്ങളോട് പറയുവാനായിട്ടുള്ളത്, എന്താണ് നിങ്ങൾ മനസ്സിൽ ഓർക്കുന്ന വ്യക്തിയുടെ കറണ്ട് എനർജി എന്നുള്ളത് നമുക്ക് നോക്കാം. 10 ഓഫ് കപ്സിന്റെ എനർജി കിട്ടുന്നുണ്ട്. ഈ ഒരു വ്യക്തി വളരെയധികം ഹാപ്പി ആണെന്ന് കാണിക്കുന്നുണ്ട്. ഫാമിലിയും ഒത്ത് വളരെയധികം ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോകുന്ന ഒരു എനർജിയാണ് നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. നമുക്ക് നോക്കാം നിങ്ങൾ മനസ്സിൽ ഓർക്കുന്ന വ്യക്തിയുടെ കറണ്ട് എനർജി എന്താണെന്നുള്ളത്. 5 ഓഫ് സോർട്സിന്റെ എനർജി കിട്ടുന്നുണ്ട്. ഒരുപക്ഷെ നിങ്ങൾ മനസ്സിൽ ആലോചിച്ച വ്യക്തി നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലൊരു ബുദ്ധിമുട്ടുണ്ടാക്കിയതിനു ശേഷം നിങ്ങളിൽ നിന്ന് നടന്നു നീങ്ങിയ ഒരു വ്യക്തി ആയിരിക്കാം. ഇവിടെ നിങ്ങൾ അതായത് ഈ ഒരു വ്യക്തിയുടെ ഭാഗത്തു നിന്നും എന്തോ ഒരു കാര്യം സംഭവിച്ചതായിട്ടും നിങ്ങൾ വളരെയധികം വേദനയോട് കൂടി നടന്നു നീങ്ങി പോകുന്നതുമായിട്ടുള്ള എനർജിയാണ് ഈ ഒരു കാർഡ് നമുക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ നിങ്ങളെ വേദനിപ്പിക്കുന്ന എന്തോ ഒരു കാര്യം ഈ ഒരു വ്യക്തി ചെയ്ത ഒരു എനർജിയും നമുക്കിവിടെ കിട്ടുന്നുണ്ട്. നമുക്ക് നോക്കാം നിങ്ങൾ മനസ്സിൽ ആലോചിക്കുന്ന വ്യക്തിയുടെ കറണ്ട് എനർജി എന്താണെന്നുള്ളത്. 3 ഓഫ് കപ്സിന്റെ എനർജിയാണ് നമുക്കിവിടെ കിട്ടുന്നത്. അതായത് സെലിബ്രേഷൻ ആണ് കാണിക്കുന്നത്. ഈ ഒരു വ്യക്തി ഒരു സമയത്ത് വളരെയധികം ഹാപ്പി ആണെന്ന് കാണിക്കുന്നുണ്ട്. ആളുടെ ആ ഒരു ഫാമിലിയോടൊത്ത്, അതുപോലെ തന്നെ ആളുടെ ഒരു ഫ്രണ്ട്സിനോടൊത്തൊക്കെ വളരെയധികം ഹാപ്പി ആയിട്ട് അവർ മുന്നോട്ട് പോകുന്നതായിട്ടാണ് കാണിക്കുന്നത്. എന്തൊക്കെയോ സെലിബ്രേഷൻ അവരുടെ ജീവിതത്തിൽ നടക്കുവാൻ പോകുന്ന ഒരു എനർജി നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. നമുക്ക് നോക്കാം എന്താണ് നിങ്ങൾ മനസ്സിൽ ആലോചിക്കുന്ന വ്യക്തിയുടെ കറണ്ട് എനർജി എന്നുള്ളത്. ഹൈ പ്രീസ്റ്റസിന്റെ എനർജി കിട്ടുന്നുണ്ട്. ഇത് നിങ്ങൾക്കുള്ള ഒരു സന്ദേശമാണ്. അതായത് ഈ ഒരു സമയത്ത് നിങ്ങൾ കുറച്ച് സൈലന്റ് ആയിട്ട് ഇരിക്കണമെന്ന് ഇവിടെ പറയുന്നുണ്ട്. അതായത് ഈ ഒരു വ്യക്തി ഈ ഒരു സമയത്ത് നിങ്ങൾ ഈ ഒരു വ്യക്തിയുമായിട്ട് സംസാരിക്കണമെന്ന് നിങ്ങൾ ഈ ഒരു സമയത്ത് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പോലും നോ എന്നാണ് ഇവിടെ കാണിക്കുന്നത്. നിങ്ങൾ ഈ ഒരു വ്യക്തിയോടൊത്ത് ഈ ഒരു സമയത്ത് സംസാരിക്കാതിരിക്കുക, കുറച്ചൊന്ന് സൈലന്റ് ആയിട്ട് ഇരിക്കുക. അതായിരിക്കും നിങ്ങൾക്ക് കൂടുതൽ ഉചിതം എന്നാണ് ഈ ഒരു കാർഡ് പറഞ്ഞു തരുന്നത്. അതുപോലെ തന്നെ ഈ ഒരു വ്യക്തിയെക്കുറിച്ച് എല്ലാ കാര്യങ്ങളും നിങ്ങൾ അറിഞ്ഞിട്ടില്ല, എന്തൊക്കെയോ കാര്യങ്ങൾ നിങ്ങൾ ഇനി അറിയുവാനായിട്ട് ബാക്കിയുണ്ടെന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങൾ സൈലന്റ് ആയിട്ട് ഇരുന്നാൽ ഈ ഒരു വ്യക്തി ആരാണ്, ഈ ഒരു വ്യക്തി എന്താണ് ഇവരുടെ യഥാർത്ഥ സ്വഭാവം എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാകും. നിങ്ങളുടെ ഇൻഡ്യൂഷൻ തന്നെ അത് നിങ്ങൾക്ക് പറഞ്ഞു തരുമെന്നാണ് നമുക്കിവിടെ ഈ ഒരു കാർഡ് പറഞ്ഞു തരുന്നത്. ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് വളരെയധികം ഇൻഡ്യൂഷൻ വർദ്ധിച്ചിരിക്കുന്ന ഒരു എനർജി നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട്. നമുക്ക് നോക്കാം എന്തായിരിക്കും നിങ്ങൾ മനസ്സിൽ ഓർക്കുന്ന വ്യക്തിയുടെ കറണ്ട് എനർജി എന്നുള്ളത്. ഒരു ജസ്റ്റിസ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അതായത് ഈ ഒരു സമയത്ത് എന്തോ ദൈവം ഒരു നീതി നടപ്പാക്കാൻ പോകുന്ന ഒരു എനർജിയാണ്. അതായത് ആരുടെ ഭാഗത്താണോ തെറ്റ്, ഒരുപക്ഷെ നമുക്കിവിടെ മനസ്സിലാക്കാൻ കഴിയുന്നത് നിങ്ങളുടെ രണ്ടുപേരുടെയും ഭാഗത്ത് തെറ്റുകൾ ഉണ്ടായിട്ടുണ്ടെന്നാണ്. അതായത് രണ്ടുപേരുടെയും ഭാഗത്തു നിന്നും ഉണ്ടായ ഈ തെറ്റുകൾക്ക് ഇനി ദൈവം ഇവിടെ ഒരു നീതി ഉണ്ടാക്കുവാൻ പോകുന്ന ഒരു എനർജിയാണ് നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. ഒരുപക്ഷെ ഇതിനോടകം തന്നെ നിങ്ങൾ എന്തെങ്കിലും തരത്തിൽ ആ ഒരു വ്യക്തിയാണെങ്കിലും അഥവാ നിങ്ങളാണെങ്കിലും അറിഞ്ഞോ അറിയാതെയോ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിനോടകം തന്നെ നിങ്ങൾക്ക് അതിന്റെ കർമ്മ കിട്ടി, അല്ലെങ്കിൽ ഈ ഒരു സമയത്ത് തന്നെ അത് കിട്ടിക്കൊണ്ടിരിക്കുന്നു എന്നാണ് നമുക്കിവിടെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. അതായത് നിങ്ങൾ മനസ്സിലോർത്ത ഈ ഒരു വ്യക്തിയിൽ നിന്നും ചില പാഠങ്ങളൊക്കെ നിങ്ങൾ പഠിച്ച ഒരു എനർജിയും നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. നമുക്ക് നോക്കാം എന്താണ് ഈ ഒരു സമയത്ത് നിങ്ങൾ മനസ്സിലോർക്കുന്ന വ്യക്തിയുടെ കറണ്ട് എനർജി എന്നുള്ളത്. നമുക്കിവിടെ ഒരു വേൾഡ് കാർഡാണ് കിട്ടിയിരിക്കുന്നത്. അതായത് ഈ ഒരു ബന്ധം എന്ന് പറയുമ്പോൾ ഇത് നിങ്ങളുടെ ജീവിതത്തിൽ വരേണ്ടിയിരുന്ന ഒരു ബന്ധമാണ്. അതായത് ഈ ഒരു ബന്ധം എന്ന് പറയുമ്പോൾ ഒരു കാർമിക് കണക്ഷൻ ആയിട്ട് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് എന്തോ കാര്യം നിങ്ങളുടെ മുൻ ജന്മത്തിലായിരിക്കാം എന്തോ ഒരു കാര്യം നിങ്ങൾ തമ്മിൽ എന്തോ ഒരു ബന്ധമുണ്ടായിരുന്നു. ആ ഒരു ബന്ധത്തിൽ അതായത് ചില കർമ്മഘടങ്ങളൊക്കെ ബാക്കി ഉണ്ടായിരുന്നു. അത് പൂർത്തിയാക്കുവാനായിട്ടാണ് ഈ ഒരു ബന്ധത്തിലോട്ട് ഈ ഒരു വ്യക്തി കയറി വന്നതായിട്ട് നമുക്കിവിടെ മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. അത് ഇപ്പോൾ എൻ്റെ ആയ ഒരു എനർജിയാണ് നമുക്കിവിടെ ഈ ഒരു വേൾഡ് കാർഡ് പറഞ്ഞു തരുന്നത്. അതായത്
ഇതിപ്പോൾ അതായത് ഈ ഒരു വ്യക്തി ഒരുപക്ഷെ എന്തെങ്കിലും തരത്തിലുള്ള ബന്ധം ഈ ഒരു വ്യക്തിയുമായിട്ട് നിങ്ങൾക്ക് ഉണ്ടായിരുന്നിരിക്കാം. മറ്റുള്ള വ്യക്തികൾ അത് അംഗീകരിക്കാത്ത ഒരു ബന്ധമായിരുന്നിരിക്കാം. ആ ഒരു ബന്ധം ഇവിടെ ക്ലോസ് ആയി. ആ ഒരു എനർജിയാണ് ഈ ഒരു വേൾഡ് കാർഡ് നമുക്ക് പറഞ്ഞു തരുന്നത്. അതായത് നിങ്ങൾ പുറത്ത്, അതായത് നിങ്ങൾ ചെയ്ത കർമ്മങ്ങളിൽ നിന്നും നിങ്ങൾ പതിയെ പതിയെ നിങ്ങൾ പുറത്തോട്ട് വന്നുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ ഈ ഒരു സമയത്ത് ഹീലാകുന്നു. ഈ ഒരു എനർജിയാണ് ഈ ഒരു കാർഡ് നമുക്ക് പറഞ്ഞു തരുന്നത്. അതായത് ഈ ഒരു സമയം എന്ന് പറയുമ്പോൾ ഇപ്പോൾ നിങ്ങൾ എന്തെങ്കിലും തരത്തിലുള്ള ദുഃഖങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഇത് നിങ്ങളുടെ ഹീലിംഗ് പീരീഡ് ആണെന്ന് ഓർക്കുക. തീർച്ചയായിട്ടും ഈ ഒരു ദുഃഖത്തിൽ നിന്നും നിങ്ങൾക്കൊരു മോചനം ഉണ്ടാകുമെന്നാണ് ഈ ഒരു കാർഡ് നമുക്ക് പറഞ്ഞു തരുന്നത്. 6 ഓഫ് സോർട്സിന്റെ എനർജി കിട്ടുന്നുണ്ട്. അതായത് ഇത് നിങ്ങളുടെ എനർജിയാണ് കാണിക്കുന്നത്. ആ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആ ഒരു വ്യക്തി ഇപ്പോൾ മറ്റൊരു ജീവിതത്തിലാണ്, ആള് വളരെയധികം ഹാപ്പി ആണെന്ന് കാണിക്കുന്നുണ്ട്. ഇവിടെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ദുഃഖങ്ങൾ ജീവിതത്തിൽ നേരിട്ടതിന് ശേഷം അവിടെ നിന്ന് നിങ്ങൾ പുതിയൊരു ദിശ തേടി മാറിപ്പോകുന്നതായിട്ടാണ് കാണിക്കുന്നത്. അതായത് ഇതൊക്കെ സംഭവിക്കേണ്ട കാര്യങ്ങൾ തന്നെയായിരുന്നു. എന്തെങ്കിലും ദുഃഖങ്ങൾ നിങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത്, അതായത് ആരെങ്കിലുമായിട്ട് നമുക്ക് ആ ഒരു എനർജിയാണ് കൂടുതലും കിട്ടുന്നത്. ആരോ ആയിട്ട് നിങ്ങൾ ഈ ഒരു സമയത്ത് പിണങ്ങിയിരിക്കുന്നു, ആരെയും ഓർത്ത് നിങ്ങൾ വിഷമിക്കുന്നു. അപ്പോൾ ഇവിടെ യൂണിവേഴ്സ് പറയുന്നതെന്ന് വെച്ചാൽ ഇനി ആ ഒരു വ്യക്തിയെ നിങ്ങൾ ഓർത്ത് വിഷമിക്കേണ്ട ആവശ്യമില്ല. ഇനി ജീവിതത്തിന്റെ പുതിയ ദിശയിലോട്ട് നിങ്ങൾ പോവുക. ഈ ഒരു വ്യക്തിയെക്കുറിച്ച് മാത്രം നിങ്ങൾ വെറുതെ ആലോചിച്ച് വിഷമിച്ചിരുന്നാൽ നിങ്ങൾക്ക് അതിൽ നിന്ന് പുറത്തു കടക്കുവാനും പറ്റില്ല. അവിടെ തന്നെ ഇരുന്ന് വിഷമിച്ചിരിക്കുവാൻ മാത്രമേ സാധിക്കുകയുള്ളൂ. അപ്പുറത്തെ വശത്ത് ആ ഒരു വ്യക്തി വളരെയധികം ഹാപ്പിയാണ്. അപ്പോൾ നിങ്ങളും പതിയെ ഈ ഒരു 6 ഓഫ് സോർട്സിന്റെ ആ ഒരു എനർജിയിലോട്ട് എത്തുക. പതിയെ പതിയെ തുഴഞ്ഞ് പുതിയൊരു ദിശ തേടി പോവുക. ഇതാണ് നമുക്ക് ഇന്ന് ഇവിടെ കിട്ടിയിരിക്കുന്ന റീഡിങ്. അപ്പോൾ ഈ ഒരു റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പേഴ്സണൽ റീഡിങ് ആവശ്യമുള്ളവർക്ക് വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എല്ലാവർക്കും നന്മ വരട്ടെ. താങ്ക് യു.